പിണറായി വിജയൻ, വെള്ളാപ്പള്ളി നടേശൻ, ഈ സൗഹൃദ രാഷ്ട്രീയത്തിനകത്ത് ഒരു ഗൂഢതന്ത്രമുണ്ട്. പലപ്പോഴും പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ വാഴ്ത്തുന്നുണ്ട്. ശ്രീനാരായണ ഗുരുവിനും മേലെ, കുമാരനാശാനും മേലെ എന്നുള്ള രീതിയിൽ വെള്ളാപ്പള്ളി മലബാർ മേഖലയെ നന്നായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇനിയും 2026 പിണറായി വിജയന് ഭരണം കിട്ടിയില്ല എങ്കിൽ ഈ സൗഹൃദ രാഷ്ട്രീയം എങ്ങോട്ട് പോകുമെന്നുള്ളതും നമുക്ക് ഏകദേശം അറിയാം. നല്ലൊരു നിക്ഷേപകനാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തിനറിയാം എവിടെ നിക്ഷേപിക്കണം എന്ന്. പണത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഗുഡ് വില്ലാണ്. അപ്പം അദ്ദേഹം എക്കാലത്തും ഏതാണ്ട് കൃത്യമായി നിക്ഷേപിച്ചു. അതായത് സി പി എമ്മിൽ നിക്ഷേപിച്ചാൽ ഒരു ഗുണമുണ്ട്. ഈഴവ സമുദായത്തിൻ്റെ നല്ലൊരു പങ്ക് പരമ്പരാഗതമായ CPM വോട്ടുകളാണ്. അതിനുള്ള കാരണം കയ്യൂരും കരിവെള്ളൂരും പുന്നപ്ര വയലാറും ഒക്കെ സംഭവങ്ങളിൽ പാർട്ടിയോടൊപ്പം അടിയുറച്ച നിന്ന വിഭാഗങ്ങളാണ് ഈഴവ തീയ വിഭാഗങ്ങളൊക്കെ തന്നെ. അവിടെ ഒരു നാച്ചുറൽ പ്രോഗ്രഷൻ ഉണ്ട്. CPM തന്നെയാണ്. അപ്പം സമുദായ ആചാര്യൻ, സമുദായ സെക്രട്ടറി, ജനറൽ സെക്രട്ടറി, SNDP യോഗം ജനറൽ സെക്രട്ടറി എടുക്കുന്ന നിലപാട് സമുദായം എക്കാലത്തും എടുത്ത നിലപാടിൻ്റെ എൻഡോഴ്സ്മെൻ്റ് ആണ്. അപ്പം അദ്ദേഹത്തിന് സൗകര്യമുണ്ട്. അപ്പം CPM ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തൻ്റെ കമ്മ്യൂണിറ്റിയുടെ പൊതു സ്വഭാവം തന്നെ CPM എന്ന ഒരു തിരിച്ചറിവാണ്. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുന്നു. ഇപ്പോൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട വിലപേശൽ CPM നടക്കും. കാരണം ഈഴവ സമുദായത്തിൻ്റെ ഒരു നല്ല പങ്ക് BJPയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമീപകാല ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ കാട്ടുന്ന ചിത്രം അങ്ങനെയാണ്. പണ്ടത്തെ തിരുവിതാംകൂർ കൊച്ചി മേഖലയിൽ അവിടെയാണല്ലോ ഈഴവ സമുദായത്തിന് പ്രാധാന്യം. വടക്കൻ മേഖല മലബാറിലൊക്കെ തീയ സമുദായത്തിനാണ് കുറച്ചുകൂടി ഒരു ഡോമിനൻസ്. ഈ ഈഴവ സമുദായത്തിൻ്റെ അചഞ്ചലമായ പിന്തുണ ഇനി ഇപ്പോൾ CPM ദേ കാൻ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്. ഇത് വെള്ളാപ്പള്ളിക്കും അറിയാം. ഇത് BJPയിലേക്ക് ഗാൽവനൈസ് ചെയ്യുമ്പോൾ തിരിച്ചു പിടിക്കാൻ CPM എത്ര വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകേണ്ടി വരും. അത് മാത്രമല്ല, മറുപക്ഷത്ത് CPM പറയാമല്ലോ, ഒരു മുഖ്യമന്ത്രി പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ UDF സംവിധാനം ഒരു മുഖ്യമന്ത്രിയെ പ്രൊജക്റ്റ് ചെയ്താൽ നായർ സമുദായത്തിലെ ഒരു വ്യക്തിക്ക് മാത്രമാണ് ആ പ്രൊജക്ഷൻ. അടൂർ പ്രകാശ് മാത്രമാണ് തലയെടുപ്പുള്ള മുഖ്യമന്ത്രി മെറ്റീരിയലായ ഒരു ഈഴവ മുഖം കോൺഗ്രസിൽ. അങ്ങനെയെങ്കിൽ VD സതീശനാകട്ടെ, രമേശ് ചെന്നിത്തലയാകട്ടെ, സാക്ഷാൽ ശശി തരൂറാകട്ടെ, ഇനി ആലപ്പുഴ MP KC വേണുഗോപാലാകട്ടെ, നായർ ഫേസസ് മാത്രമാണ്. നെക്സ്റ്റ് ചീഫ് മിനിസ്റ്റർ ഇഫ് UDF വിൻസ് ദ ഇലക്ഷൻ വിൽ ബി ഫ്രം ദ നായർ കമ്മ്യൂണിറ്റി ഓർ അൾട്ടിമേറ്റ്ലി ഫ്രം ദ മുസ്ലിം കമ്മ്യൂണിറ്റി എന്നും ഷാഫി പറമ്പിലൊക്കെ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ എത്രയോ കാലം കഴിഞ്ഞ് നടക്കേണ്ട കാര്യങ്ങളാണ്. അങ്ങനെയെങ്കിൽ യഥാർത്ഥത്തിൽ ഇതൊരു വലിയൊരു ചിന്തയായി വെള്ളാപ്പള്ളി നടേശൻ്റെ, അന്നൊന്നും വെള്ളാപ്പള്ളി നടേശൻ ഒരു പക്ഷേ ജീവിച്ചിരിക്കണമെന്നില്ല, ഇതൊക്കെ കാണാൻ ഒരു പക്ഷേ അദ്ദേഹത്തിന് ബാല്യം യൗവനം ഉണ്ടാകണമെന്നില്ല. അങ്ങനെയാണ് ശ്രീ പിണറായി വിജയൻ്റെ അവസാന ഇന്നിങ്സ് അത് ആഘോഷമാക്കുന്നതിൻ്റെ ഭാഗമായി ഈഴവ സമുദായത്തിൻ്റെ പരമോന്നതനായ നേതാവ് ഒരു പിണറായി ഭക്തനായി അങ്ങ് പൊസിഷൻ ചെയ്യുകയാണ്. പരസ്പരം സ്തുതികൾ ചൊരിയുന്ന ഒരു കാഴ്ച. അപ്പോൾ ഒറ്റ ഡിമാൻഡേ ഉള്ളൂ ശ്രീ വെള്ളാപ്പള്ളി നടേശന്. നിങ്ങൾ മലബാറിലെ മുസ്ലിം ജനസാമാന്യത്തിൻ്റെ ഖൽബിൽ ഒരിടം തേടി പോകുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നത് കാൽച്ചുവട്ടിലെ മണ്ണാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പല ഇടങ്ങളിൽ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു CPMലേക്കുള്ള കടന്നു വരവ് പരമാവധി റെസ്ട്രിക്റ്റ് ചെയ്യത്തക്ക രീതിയിലാണ്. അങ്ങനെ അദ്ദേഹം പറയുന്നില്ല എങ്കിലും ഇഫക്റ്റീവ്ലി അങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോയി. UDFന് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരു മുസ്ലിം അടിത്തറ മലബാറിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ടു വരുന്നതിൻ്റെ ഒരു അടിസ്ഥാനം തന്നെ വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ പ്രസ്താവനകളാണ്. അപ്പോൾ മുസ്ലിം വോട്ടുകൾ നഷ്ടപ്പെടുന്നിടത്ത് ഈഴവ വോട്ടുകൾ കൊണ്ട് അത് പരിഹരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ കാര്യങ്ങളെല്ലാം ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന പോലെ ഇരിക്കും. കാരണം കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്തു, ഉത്തരത്തിലിരിക്കുന്ന വിലയേറിയ സാധനം എടുക്കാൻ സാധിച്ചതുമില്ല എന്ന മട്ടിൽ പിണറായി വിജയൻ വെള്ളം കുടിക്കും അങ്ങനെയെങ്കിൽ. പക്ഷെ അതുകൊണ്ട് ഒരുതരം കാറ്റ് ആൻഡ് മൗസ് ഗെയിമാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. CPM ആൻഡ് പിണറായി വിജയൻ ദേ ആർ ടേക്കിംഗ് എ വെരി കാൽക്കുലേറ്റഡ് റിസ്ക്. അങ്ങനെയാണ് അയ്യപ്പ സംഗമം എന്ന ആശയം തന്നെ ഉണ്ടായത്. ഈഴവ സമുദായത്തിന് വളരെ പ്രിയപ്പെട്ട
ദേവസങ്കല്പം കൂടിയാണ് അയ്യപ്പ സങ്കല്പം. കാരണം ഒരു എപ്പോഴും അടിച്ചമർത്തപ്പെടുന്ന ഒരു വിഭാഗങ്ങളുടെ ഒരു വലിയ ആശയം ആവിഷ്കാരവും തന്നെയായിരുന്നു സ്വാമി അയ്യപ്പൻ. ജാതിയില്ലാത്ത ഒരു ഇടം, ജാതിക്ക് അതീതമായി തീർത്ഥയാത്ര പോകുന്ന ശരണം വിളികളുമായി, അത് ബൗദ്ധ പാരമ്പര്യമാണ്. സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറയും. ആ ശരണം വിളികൾക്ക് ഈ നൂറ്റാണ്ടുകൾ സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുണ്ട്. അതെല്ലാം തന്നെ സാംസ്കാരികമായി CPM-ന് അവകാശപ്പെടാവുന്ന ഒരു പൈതൃകം കൂടിയാണത്. ഇൻഡയറക്ട്ലി കൾച്ചറലി ഇതെല്ലാം കൺവേർജ് ചെയ്യുന്നു. കൺവേർജൻസ് ഓഫ് ഇൻട്രസ്റ്റ് ബിറ്റ്വീൻ ഈഴവ കമ്മ്യൂണിറ്റി, CPM, വെള്ളാപ്പള്ളി നടേശൻ ആൻഡ് SNDP യോഗം. അത് വേറിട്ട് പോകേണ്ടതല്ല, അത് കുറച്ചുകൂടി ദൃഢമാക്കുന്നു. ഇതാണ് ആ ഒരു ഗെയിം പ്ലാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോത്സാഹിപ്പിക്കുകയും കയറ്റിപ്പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു കലാപരിപാടി ഇപ്പോൾ നടക്കുന്നു. അല്ല, ഈ വെള്ളാപ്പള്ളി നടേശൻ അന്ന് തന്നെ ശബരിമല അയ്യപ്പ ഭക്ത സംഗമത്തിൽ പിണറായിയോടൊപ്പമാണ് വാഹനത്തിൽ വന്നത് തന്നെ വലിയ ചർച്ചാ വിഷയമായ കാര്യമാണ്. കാരണം ഇവരുണ്ടാക്കുന്ന ചില തിരക്കഥകളുണ്ട്, അതനുസരിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. കാരണം 26-ലെ തെരഞ്ഞെടുപ്പിന് വേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള ചില തിരക്കഥകളൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് 26 വളരെ പ്രധാനപ്പെട്ട വർഷമാണ്. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രിയപുത്രൻ തുഷാർ വെള്ളാപ്പള്ളി NDA മുന്നണിയിലുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഫാമിലി എത്രത്തോളം ഫ്ലെക്സിബിളായി രാഷ്ട്രീയത്തെ കാണുന്നു. കടുത്ത വൈരുദ്ധ്യമുള്ള CPM-നും BJP-ക്കും തമ്മിൽ എന്ത് എന്ന് ചോദിച്ചാൽ ഈഴവ സമുദായത്തിൻ്റെ 2 പ്രധാന മുഖങ്ങൾ അപ്പനും മകനുമാണ്, 2 ഇടങ്ങളിലായി നിൽക്കുന്നു. അപ്പോൾ ഇതാണ് ശരിയായ ഇടങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അറിയാമെന്ന് പറയുന്നതിന് മറ്റൊരു അർത്ഥം ഇതുകൂടിയാണ്. മകനിലൂടെ BJP-യിലേക്കൊരു പാലം, അല്ലേ, BDJS-ലൂടെ BJP-യിലേക്കൊരു പാലം. ഇതെല്ലാം തന്നെ കേന്ദ്രത്തെ പിണക്കാതെ, സംസ്ഥാനത്തെ പിണക്കാതെ, അതേസമയം കോൺഗ്രസുമായി കാര്യമായ കൊടുക്കൽ വാങ്ങലുകൾക്കുള്ള സാധ്യതയില്ല. അതുണ്ടായിരുന്നെങ്കിൽ അതും നടക്കും. അപ്പോൾ ഇവിടെ അയ്യപ്പ ഭക്തിയൊന്നും അല്ല വിഷയം. സമുദായ താല്പര്യം തീർച്ചയായും ഒരു സമുദായ ആചാര്യൻ, സമുദായ താല്പര്യം തീർച്ചയായും പ്രധാനപ്പെട്ടതാണ്. സമുദായത്തിന് വിലപേശൽ ശക്തി ഉണ്ടാവണം. അത് CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും വിലപേശൽ ശക്തി ഉണ്ടാവണം. അത് 26% കേരളീയർ ശ്രീനാരായണീയരാണ്, അല്ലേ, ഈഴവ സമുദായത്തിൽപ്പെടുന്നവരാണ്. അത് വലിയൊരു 1 out of 4 മലയാളീസ് ഈ ഹൈദറെ ഈഴവ ഉറത്തിയ ആ സമുദായത്തിൽപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ അതൊരു ആ ഒരു സംഭവം തീർച്ചയായും അതിനെ രാഷ്ട്രീയമായി കാരണം ഹിന്ദു കൺസോളിഡേഷൻ സാധിക്കണമെങ്കിൽ BJP-ക്കാണെങ്കിലും ഈഴവ സമുദായത്തെ ആവശ്യമുണ്ട്, CPM-നാണെങ്കിലും ഈഴവ സമുദായത്തെ ആവശ്യമുണ്ട്. UDF-ന് അത്ര ആവശ്യമില്ല. പരമ്പരാഗതമായി ഈഴവ വോട്ടുകൾ UDF അനുകൂലമായിരുന്നില്ല. എന്നാൽ വലിയ മുഖങ്ങൾ, ആർ ശങ്കർ ഉൾപ്പെടെയുള്ള വലിയ മുഖങ്ങൾ കോൺഗ്രസിനുണ്ടായിരുന്നു ഈഴവ സമുദായത്തിൽ നിന്നും. എല്ലാ സമുദായത്തിനെയും കോൺഗ്രസ് ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുമ്പോഴും ഈഴവ സമുദായത്തിൻ്റെ എക്കാലത്തെയും വലിയ ഒരു പിന്തുണ ഇടതുപക്ഷത്തിന് തന്നെയായിരുന്നു. ഇപ്പോഴും അതങ്ങനെ തന്നെയാണ്. അത് BJP-യിലേക്ക് പോകുന്നതുകൊണ്ടുള്ള ഒരു വലിയ വിഷമം, അത് സ്റ്റെം ചെയ്യുന്നതിന് വേണ്ടി വെള്ളാപ്പള്ളി നടേശൻ ഏതറ്റം വരെ പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഈ ശബരിമല യുവതീ പ്രവേശ വിഷയ സമയത്ത് നവോത്ഥാന മതിലുമായി പിണറായി വിജയനോടൊപ്പം നിന്നത് വെള്ളാപ്പള്ളി തന്നെയാണ്. ഇപ്പോൾ അയ്യപ്പ ഭക്ത സംഗമത്തിനും പിണറായിയോടൊപ്പം നിൽക്കുന്നത് വെള്ളാപ്പള്ളി തന്നെയാണ്. ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദമാണ് CPM-ന്റെ ഒരു നയം, അല്ലെങ്കിൽ CPM-ന്റെ കമ്മ്യൂണിസ്റ്റ് കക്ഷികളുടെ ഒരു പ്രത്യയശാസ്ത്ര അടിത്തറ. ഈ വൈരുദ്ധ്യാത്മകമായ പല കാര്യങ്ങളും പ്രായോഗികമായി കൈകാര്യം ചെയ്യുന്ന ഒരു അധികായനാണ് വെള്ളാപ്പള്ളി നടേശൻ. അതുകൊണ്ട് ആചാര സംരക്ഷണത്തിനും ഒരുമിച്ച് നിൽക്കും. അതേസമയം മറ്റ് അധികാര രാഷ്ട്രീയത്തിൻ്റെ സുഖശീതളമയിൽ അഭിരമിക്കാൻ സാധിക്കുമെങ്കിൽ അവിടെയും തങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകും എന്ന് ഉറപ്പുവരുത്തുന്നു. ഇതൊക്കെ രാഷ്ട്രീയ പ്രായോഗികതയാണ്. ഒരിക്കലും ഒരു സമുദായത്തിൻ്റെ ജനറൽ സെക്രട്ടറി രാഷ്ട്രീയമായി ചിന്തിക്കുന്നതിന് തെറ്റ് ഞാൻ കാണുന്നില്ല. കാരണം ഒരു സമുദായത്തിൻ്റെ ആകമാന നന്മയ്ക്ക് വേണ്ടി ചില ആദർശപരമായ വിട്ടുവീഴ്ചകൾ, ചില നീക്കുപോക്കുകൾ എല്ലാം ഉണ്ടെങ്കിലും സമുദായ സംരക്ഷണമാണ് യഥാർത്ഥത്തിൽ സമുദായത്തിൻ്റെ ജനറൽ സെക്രട്ടറിയുടെ ലക്ഷ്യം. അങ്ങനെയെങ്കിൽ ശരിയാണ്, തീർച്ചയായും ശരിയാണ്. അതിലൊരു രാഷ്ട്രീയമല്ല കാണുന്നത്, പ്രായോഗികതയാണ് കാണുന്നത്. പ്രായോഗികതയ്ക്ക് വേണ്ടി രാഷ്ട്രീയമായ ചില നിലപാടുകൾ, ചില കാര്യങ്ങൾ കടത്തി പറഞ്ഞു വയ്ക്കും. അതൊരു അജണ്ട സെറ്റിങ്ങിൻ്റെ ഭാഗം കൂടിയാണ്. അത് ചേർന്ന് നിന്നുകൊണ്ടുള്ള അജണ്ടയാണ്. വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന വാക്കുകൾ അദ്ദേഹത്തിൻ്റെ മാത്രം വാക്കുകളല്ല. അദ്ദേഹം പറയുന്ന വാക്കുകൾ ഒരു ലാർജർ അജണ്ടയുടെ ഭാഗമായി മാറും എന്നറിയാനുള്ള ബോധം അദ്ദേഹത്തിനുണ്ട്, CPM-നുമുണ്ട്. അതനുസരിച്ച് കേരള രാഷ്ട്രീയം മുന്നോട്ട് പോവുകയും ചെയ്യും. ഗുണമാണെങ്കിലും CPM-ന് അത് ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും അത് പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്
ദിസ് ഇസ് എ വെരി കാൽക്കുലേറ്റഡ് റിസ്ക്. CPM ഒരു കാര്യം ഉറപ്പാണ്, ഈഴവ സമുദായത്തിൻ്റെ നഷ്ടപ്പെട്ട വോട്ട് ബേസ് CPM തിരിച്ചു വന്നില്ല എങ്കിൽ പിണറായി വിജയന് തുടർ ഭരണം സ്വപ്നം കാണാൻ പോലും പറ്റില്ല. ഇതാണ് അവസാന ഒരു 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 അത്താണി. മുസ്ലിം സമുദായത്തിൻ്റെ അപ്പോൾ വെള്ളാപ്പള്ളിയുടെ നിക്ഷേപമെല്ലാം ഒലിച്ചു പോവുകയും ചെയ്യും. വെള്ളാപ്പള്ളി നടേശൻ അപ്പോഴും സമുദായത്തിൻ്റെ നേതാവ് തന്നെയാണ്. UDF-മായി തീർച്ചയായും ഒരു പാലം ഇടാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. എക്കാലത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ. ഒരു സമുദായം ഗവൺമെൻറ്റുമായി എതിർത്ത് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് സമുദായത്തിന് രാഷ്ട്രീയമില്ല, സമുദായ ആചാര്യം രാഷ്ട്രീയമുണ്ടെന്ന് എല്ലാവരും ആരോപിക്കുമ്പോഴും രാഷ്ട്രീയത്തിന് അതീതമായ പ്രായോഗികത ആണ് ആ രാഷ്ട്രീയം. അതാണ് പ്രായോഗികത. അതിൻ്റെ പേരും രാഷ്ട്രീയം എന്ന് തന്നെയാണല്ലോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.